ജയ് ജഗന്നാഥ്. ഹരേ കൃഷ്ണ. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്. ഇതാ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ഷേത്രത്തിലേക്ക് കടക്കാൻ 4 ദ്വാരങ്ങളാണുള്ളത്. ആദ്യത്തെ ഫ്രണ്ട് സൈഡിലുള്ളത് സിംഹദ്വാർ. നമ്മളിപ്പോൾ സിംഹദ്വാറിൻ്റെ അടുത്താണ് ഉള്ളത്. ബാക്ക് സൈഡിൽ വ്യാഘ്രദ്വാർ, പിന്നെ 2 സൈഡിലുമായിട്ട് ഹസ്തിദ്വാർ, അശ്വദ്വാർ. പിന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിലായിട്ട് 3 രഥങ്ങളിങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. രഥങ്ങളുടെ പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കണു. ഇനി ഇതിനെ നല്ല ഭംഗിയുള്ള തുണി കൊണ്ട് അലങ്കരിക്കും. ആ തുണിയുള്ള അലങ്കാരം ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ് രഥങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ജഗന്നാഥന് കയറാനുള്ള രഥം. ജഗന്നാഥൻ ഈ രഥത്തിൽ കയറിയിട്ടാണ് ഗുണ്ടീജ ക്ഷേത്രത്തിലേക്ക് പോകുക കേട്ടോ. ഇത് ജഗന്നാഥൻ്റെ രഥം. പിന്നെ ദാ ഇവിടെ കാണാം സുഭദ്രാമയുടെ രഥം. പിന്നെ ദാ ഇവിടെ കാണാം നമുക്ക് ബലദേവൻ്റെ രഥം. അങ്ങനെ ജഗന്നാഥ, ബലദേവ, സുഭദ്രാമയ്യമാർ അവർ 3 പേരും അങ്ങനെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് തൻ്റെ അമ്മ വീടായിട്ടുള്ള ഗുണ്ടീജ മഹാറാണിയുടെ ക്ഷേത്രം, ഗുണ്ടീജ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ജഗന്നാഥ രഥയാത്ര. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്. ഇതാ നമ്മൾ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സിംഹദ്വാരത്തിൻ്റെ മുൻപിലാണ്. ഇതാ നോക്കൂ, അലങ്കാരങ്ങളൊക്കെ എത്ര ഭംഗിയായി. രാജവീതി ഒരുങ്ങിയിരിക്കുകയാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥൻ ഇതാ രഥയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. രാജവീതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ കണ്ടുവോ? ഇതാ അവിടെ അറ്റത്തായിട്ടാണ് രഥങ്ങൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജഗന്നാഥൻ്റെ രഥത്തിൻ്റെ മുൻപിലാണ്. ജഗന്നാഥൻ്റെ രഥത്തിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി മുകളിൽ കൂടെ ഇടുന്ന തുണി കൊണ്ടുള്ള അലങ്കാരങ്ങളും മാത്രമേ ബാക്കിയുള്ളത്. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്. ജഗന്നാഥൻ്റെ രഥം ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ രഥം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കഷ്ണത്തിൽ നിന്ന് ഒരു പീസ് ഒരാൾ നമുക്ക് വിളിച്ചു തന്നു. വലിയ സന്തോഷമായി. ജഗന്നാഥ രഥം നിർമ്മിച്ച മരത്തിൻ്റെ ഒരു കഷ്ണമാണ് ഇത് കേട്ടോ. എല്ലാവരും പ്രണമിച്ചോളൂ. നാഥൻ്റെ രഥം പ്രണമിച്ചോളൂ. ഇങ്ങനെയൊന്നും ഇനി തൊഴാൻ കിട്ടില്ല കേട്ടോ. പ്രണമിച്ചോളൂ. ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്, ജയ് ജഗന്നാഥ്. അതെയോ, ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തു. ഇനി നമുക്ക് സുഭദ്രാമയുടെ രഥം കാണാം. ദാ സുഭദ്രാമയുടെ രഥമാണിത്. ഇന്നും കൂടി ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ ജനപ്രളയമാണ്. അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. ഇന്ന് ഭാഗ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ദാ എന്ത് വലിയ വലിയ ചക്രങ്ങളാണെന്നറിയോ? ഇങ്ങനെയാണ് രഥം ഇരിക്കുക. ഈ രഥം പണിതതിൻ്റെ ബാക്കിയുള്ള മരക്കഷ്ണങ്ങളൊക്കെ അവിടെ കിടക്കണേ കേട്ടോ. ഇതിനുള്ളിലായിട്ടാണ് സുഭദ്രാമായി ഇരിക്കുക. ജയ് ബലദേവ്. ബലദേവന്റെ രഥം. ഇവരൊക്കെയാണ് രഥമൊക്കെ പണിയുന്ന ആൾക്കാർ. ഇവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് നോക്കൂ. ജയ് ജഗന്നാഥ്. ഇത് ബലദേവന്റെ രഥമാണ്. നമ്മൾ ബലദേവന്റെ രഥം തൊട്ട് തൊഴുക. ചക്രങ്ങളാ ഇതാ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഇതിനുള്ളിലാണ് ബലദേവൻ ഇരിക്കുക. ഇതാ രഥം പണിയുന്നവരാണ് കേട്ടോ. ഇവരൊക്കെ കുടുംബപരമായിട്ട് ഇതിന് അർഹതയുള്ളവരാണ്. നമ്മൾ പറയില്ലേ അവകാശമുള്ളവരെന്ന്. ഇവൻ്റെ രഥമാണിത്. എങ്ങനെയായി 3 രഥങ്ങളെയും തിരിച്ചറിയാന്നോ? ഇവിടെ 3 രഥങ്ങളിലും ചുവന്ന കളറിലുള്ള തുണി കൊണ്ടുള്ള അലങ്കാരം ഉണ്ടാവും. പിന്നെ ചുമപ്പിന് മുകളിൽ ഏത് തുണിയാണ് വെക്കുക അതനുസരിച്ചിട്ടാണ് ഓരോരുത്തരെയും ഓരോ രഥങ്ങളും തിരിച്ചറിയുക. ചുമപ്പിൻ്റെ മുകളിൽ പച്ച വരുമ്പോൾ ബലരാമൻ, ചുമപ്പിൻ്റെ മുകളിൽ കറുപ്പ് വരുമ്പോൾ സുഭദ്രാമ്മ, ചുമപ്പിൻ്റെ മുകളിൽ മഞ്ഞ വരുമ്പോൾ നമ്മുടെ ജഗന്നാഥൻ. എല്ലാവരും തൊട്ട് തൊഴണേ.
ജയ് ബലദേവ്.